എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ സോസേജ് വെച്ചിട്ട് നല്ലൊരു മസാല അല്ലെങ്കിൽ ഒരു ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബിൻസീസ് കിച്ചൻ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിക്കൻ സോസേജ് മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലും എടുക്കാവുന്നതാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് 1 ടീസ്പൂൺ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞിട്ടിടുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിടുന്നത് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയോ സവാളയോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് ഈ ഒരു സവാള വഴറ്റിയെടുക്കുന്നത്, കാരണം സോസേജിൽ കുറച്ച് എണ്ണ ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ ഈ ഒരു സവാള ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നമ്മൾ സാധാരണ മസാലയ്ക്ക് ചേർക്കുന്ന പോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല, നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞാണ്. ഒരുപാട് തക്കാളി ഇട്ട് കൊടുക്കേണ്ട, തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പകുതി തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം. സോസേജ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ചിക്കൻ ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്, പല സൈസിലുള്ളതുണ്ട്. ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള സോസേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് കോട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പ് ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ഈ ഒരു സോസേജിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് മാത്രം മസാലയിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അവസാനം ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു സോസേജ് നമുക്കിനി അടച്ചു വെച്ചോ അല്ലെങ്കിൽ കുറഞ്ഞ തീയിലിട്ടോ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് കുക്കായിട്ടുള്ളതാണ് എങ്കിൽ കൂടി നമ്മളൊന്നുകൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടിയിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ചിക്കി തൂത്തി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ളൊരു സോസേജ് മസാല അല്ലെങ്കിൽ സോസേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്